കേവ് ഫോറസ്റ്റ്. സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്, ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സ്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഇത് നിലവിൽ കമ്പനി വയനാട് ജില്ലയിൽ 1400 ഏക്കർ സ്ഥലം 5 വർഷം കൊണ്ട് 2030 ഡെവലപ്പ് ചെയ്ത് അതിൽ ഈ അഗ്രികൾച്ചറും ടൂറിസവും റിയൽ എസ്റ്റേറ്റും എല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് അത് പൊതുജനങ്ങൾക്കായി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി അതിനെ വീതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ പ്രൊജക്റ്റുകൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. 1400 ഏക്കർ സ്ഥലം. അപ്പൊ അതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഇപ്പൊ ഇന്നിവിടെ പറയാൻ പോകുന്ന ഈ സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി പ്രീമിയം റിസോർട്ട്സ്, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത, ഇതൊരു 11 ഏക്കർ സ്ഥലത്താണ് ഈ പ്രൊജക്ട് നിൽക്കുന്നത്. 11 ഏക്കർ സ്ഥലത്താണ്. ഇതിൽ 150 ഈ വീഡിയോയിൽ കാണുന്നത് പോലുള്ള 150 കോട്ടേജുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. 5 സെന്റ് സ്ഥലത്ത് 570 സ്ക്വയർ ഫീറ്റിൽ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതായത് കോട്ടേജ് പണിതതിന് ശേഷം ഇതിനെ കംപ്ലീറ്റ് മഡ് പാക്ക് മണ്ണിട്ട് മൂടി അതിൻ്റെ മുകളിൽ നാച്ചുറൽ ഗ്രാസ് വെച്ച് പിടിപ്പിച്ച് കോട്ടേജിൻ്റെ അകത്ത് ഇതുപോലെ ഒരു മഡ് ഫിനിഷിംഗ് റൂമിൻ്റെ അകത്ത് തന്നെ പ്രൈവറ്റ് പൂൾ, സ്വിമ്മിംഗ് പൂളും ഒരു വെള്ളച്ചാട്ടവും സെറ്റ് ചെയ്തിട്ടുള്ള റെഫ്രിജറേറ്റർ, AC അങ്ങനെ തുടങ്ങിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഫെസിലിറ്റികളും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇക്കോ ഫ്രണ്ട്ലി കോട്ടേജ്, ഒരു ഗുഹ മാതൃകയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഈ 11 ഏക്കറിൽ 150 ഇതുപോലുള്ള 150 കോട്ടേജസ് ആണ് ഈ പ്രോപ്പർട്ടിക്ക് അകത്തുള്ളത്. അതുകൂടാതെ ഈ കോട്ടേജിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്ക് അവരുടെ മറ്റാവശ്യങ്ങൾക്കായിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്, ഓഡിറ്റോറിയം, കൺവെൻഷൻ സെന്റർ, മിനി സൂ, ആയുർവേദിക് വെൽനസ് സ്പാ, കോമൺ പൂൾ, DJ ഹാൾ, റെയിൻ ഡാൻസ്, ഹോഴ്സ് റൈഡിംഗ്, ബോട്ടിംഗ്, ഫിഷിംഗ്, ഏറുമാടങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 40 കോടി രൂപയിലധികം തുക ചെലവഴിച്ചുകൊണ്ടുള്ള കോമൺ അമ്യൂണിറ്റീസും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുണ്ട്. ഓരോ 5 സെന്റ് സ്ഥലത്തും ഈ 570 സ്ക്വയർ ഫീറ്റിൽ ഈ ഗുഹ മാതൃകയിലുള്ള ഓരോ കോട്ടേജസും അതിന് ചുറ്റിലുമായിട്ട് ഈ 5 സെന്റ് സ്ഥലത്ത് തന്നെ 16 ചന്ദന മരങ്ങളും വെച്ച് പിടിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രൊജക്ട്. അപ്പൊ ഇതിൽ നിന്നും 3 രീതിയിൽ ഒരു ഇൻവെസ്റ്റർക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഹൗ ടു മേക്ക് മോർ മണി. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതില്? ഒന്നാമതായിട്ട് ഇതൊരു ടൂറിസം പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടിത്തുള്ളൂ. വാടക വരുമാനം എന്ന് പറയുമ്പോൾ ഈ 50% പണികൾ പൂർത്തീകരിച്ച് പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ്. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ വാടക വരുമാനം കിട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. 6 മാസം മുതൽ 1 വർഷത്തിനുള്ളിൽ വരുമാനം കിട്ടിത്തുടങ്ങുന്നു. ഈ 5 സെന്റ് സ്ഥലത്തുള്ള ഈ 150 കോട്ടേജുകൾ 5 സെന്റ് സ്ഥലത്ത് ഓരോന്ന് സ്ഥിതി ചെയ്യുന്നു. ഇത് വാങ്ങുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേരിലേക്ക് ഈ 5 സെന്റ് സ്ഥലത്തിന്റെ ആധാരം, ഇവിടുത്തെ ഭാഷയിൽ വസ്തു ആധാരം രജിസ്റ്റർ ചെയ്ത് തരുന്നു. ഭൂമി അതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്തതിന്റെ ഒറിജിനൽ ആധാരം ഡോക്യുമെന്റ്സ് എല്ലാം പൈസ മുടക്കുന്ന ആളുടെ പേരിലേക്ക് തരുന്നു. അതിനുശേഷം ഈ പ്രോപ്പർട്ടി 15 വർഷം വരെ ഇതിന്റെ നോക്കി നടത്താനുള്ള, ഇപ്പൊ കൊല്ലത്തുള്ള ആളുകൾ ഒരു കോട്ടേജ് വാങ്ങി വയനാട്ടിൽ പോയിട്ട് നോക്കി നടത്താമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്നില്ല. അപ്പൊ അതിനുവേണ്ടി കമ്പനി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ വാങ്ങുന്ന പ്രോപ്പർട്ടി നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത് നടത്താനായിട്ട് കമ്പനിനെ ഏൽപ്പിക്കാം, ഞങ്ങളെ ഏൽപ്പിക്കാം. അപ്പൊ ഞങ്ങൾ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എത്രയാണോ ആ വരുമാനത്തിന്റെ 80% പൈസ മുടക്കുന്ന ആളുകൾക്കും 20% കമ്പനി എടുക്കും. ഉദാഹരണം, ഒരു മാസം ഒരു 3 ലക്ഷം രൂപയാണ് നമുക്ക് വരുമാനം ഉള്ളതെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം 2 ലക്ഷം രൂപ അതിൻ്റെ പൈസ മുടക്കിയിട്ട് ഇൻവെസ്റ്റർക്കും ഏകദേശം 50,000 രൂപ കമ്പനിക്ക്. ക്ലിയർ? എത്ര വാടക കിട്ടുന്നു അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇതൊരു ഇന്റർനാഷണൽ പ്രോപ്പർട്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ചെയ്യുന്ന ഗസ്റ്റുകൾ എന്ന് പറയുന്നത് ഫോറിനേഴ്സിനെ, അതുപോലെ തന്നെ പ്രീമിയം
ക്ലയൻസിന് ഗസ്റ്റുകളുണ്ട്. സാധാരണ രീതിയിലുള്ള ഇത്രയും ഫെസിലിറ്റി 4 സ്റ്റാർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് ഇതിൽ ഒന്നാമത്തെ വരുമാനമാണ് പറഞ്ഞ ഇതിൽ നിന്ന് കിട്ടുന്ന ടൂറിസം ബെനിഫിറ്റ് അഥവാ റെന്റൽ ഇൻകം. ചുരുക്കി പറഞ്ഞാൽ ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ മുടക്കുന്ന പണം 100% വാടക ഇനത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുന്ന ഒരു പ്രോജക്റ്റ്. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ മുടക്കുന്ന തുക ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് വാടക ഇനത്തിൽ മാത്രം തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, കൊല്ലത്തൊക്കെ അല്ലെ. ഇപ്പൊ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60, 70, 80 അല്ലെങ്കിൽ 1 കോടി അല്ലെ, അല്ലെങ്കിൽ റേറ്റ് ഉണ്ടാവും. 60 ലക്ഷം, 70 ലക്ഷം, 80 ലക്ഷം, 1 കോടി ഒരു ഫ്ലാറ്റിന്റെ വില. ഈ ഒരു ഫ്ലാറ്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വാടക കൊടുത്താൽ എത്ര രൂപ വാടക കിട്ടുക? ഏകദേശം 30,000, ഏകദേശം 30,000, ഏറെ 40,000. ഇതാണ് വാടക. അപ്പൊ 1 കോടി രൂപ മുടക്കി ഒരു മാസം ഒരു 40,000 രൂപ വാടക കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഈ മുടക്കിയ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മുതൽ 15 വർഷം വരെ കാത്തിരിക്കും. വാങ്ങിയ പൈസ നമുക്ക് തിരിച്ച് ലഭിക്കണമെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇതൊരു 4 സ്റ്റാർ കാറ്റഗറി പ്രോപ്പർട്ടി ആയതുകൊണ്ടും മാനേജ് ചെയ്യുന്നത് ഞങ്ങളായതുകൊണ്ടും ഇതൊരു ടൂറിസം പ്രൊജക്റ്റ് ആയതുകൊണ്ടും വയനാട് ആയതുകൊണ്ടും നമുക്ക് ഇത് 3 മുതൽ 5 വർഷം കൊണ്ട് മുടക്കുന്ന പൈസ തിരികെ ലഭിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിനുള്ള ഒന്നാമത്തെ ബെനിഫിറ്റ്, ടൂറിസം ബെനിഫിറ്റ് അഥവാ റെന്റൽ ഇൻകം, വാടക വരുമാനം. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയിൽ ഈ 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദന മരങ്ങളും കൂടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ 16 ചന്ദന മരങ്ങളിൽ 15 വർഷത്തിനുള്ളിൽ നമുക്കത് മുറിച്ചു വെക്കാവുന്ന രീതിയിൽ വളർത്തിയെടുത്ത് അതിന് സെക്യൂരിറ്റി കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും കമ്പനിയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 15 വർഷത്തിനുള്ളിൽ ഒരു 4 കോടി രൂപയോളം ഇത് ചന്ദനമരങ്ങളിൽ നിന്ന് മാത്രം ഈ പ്രോപ്പർട്ടി വാങ്ങിയാൽ കിട്ടുന്ന രണ്ടാമത്തെ വരുമാനം. ഒന്നാമത്തെ വരുമാനം വാടക വരുമാനം, അത് 3 മുതൽ 5 വർഷം കൊണ്ട് വാങ്ങിയ പൈസ, മുടക്കിയ പൈസ തിരിച്ചു കിട്ടി. രണ്ടാമത്തെ വരുമാനം ചന്ദനമരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏകദേശം 4 കോടിക്ക് കൂടി. ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുന്നതാണ്. നമ്മൾ നേരത്തെ 5 ലക്ഷം രൂപ വെച്ച് കഴിഞ്ഞാൽ പെരുകൂല, ഇരട്ടിപ്പിക്കൂല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന വ്യക്തികൾക്ക് ഇവിടുത്തെ പ്രോപ്പർട്ടിയുടെ വാല്യൂ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഈ പ്രോജക്റ്റിലെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയത്, തുടങ്ങി വെച്ചത്. അന്ന് ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കമ്പനി അനൗൺസ് ചെയ്തത് 45 ലക്ഷം രൂപയാണ്, 45 lakhs. ഇന്ന് ആ പ്രോപ്പർട്ടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് 1,25 ലക്ഷം, 1.25. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും എല്ലാവർക്കും അവസരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1.25 കോടി രൂപ കൊടുത്ത് വാങ്ങുന്ന എന്തോ ഒരു ടൂറിസം പ്രൊജക്ടിന്റെ കാര്യമാണോ പറയുന്നത്, പൂച്ചക്കത്ത് പൊന്നൊരുക്കുന്നോടത്ത് കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഇടയിൽ അല്ലേ. സംഭവം കൊള്ളത്തിരക്കില്ല ഇതെല്ലാം പറഞ്ഞു എഴുതി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണേ പറഞ്ഞ് 1.25 കോടി രൂപ കൊടുത്തത് പറഞ്ഞ് സ്വന്തമായിട്ട് വാങ്ങുന്നതാണ്. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞൊക്കെ വെറുതെ അല്ലേ, എന്തോ നമുക്ക് ഇങ്ങോട്ടുള്ള കാര്യം ഉണ്ടെന്നാണ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ആരും നിരാശപ്പെടുത്തുന്നില്ല. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിൽ ഈ 1.25 കോടി രൂപ വാല്യൂ ഉള്ള ഈ ഒരു റിസോർട്ട്, ഈ ഒരു കോട്ടേജ് 1 ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾക്ക് ഒരു പാർട്ട്ണർ ആവാൻ പറ്റും. 1 ലക്ഷം രൂപ കയ്യിലുള്ള ആളുകൾക്ക് പോലും മിനിമം 1 ലക്ഷം രൂപയെങ്കിലും കയ്യിലുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോജക്റ്റിന്റെ, ഈ ഒരു പ്രോപ്പർട്ടിയുടെ പാർട്ട്ണർ ആവാം. അപ്പൊ എത്ര പേര് ചേർന്ന് കൂടിയിട്ടാണോ ഈ 1.25 കോടി രൂപ മുടക്കി ഈ വസ്തു, ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്, അത്രയും ആളുകളുടെ പേരിൽ ഈ വസ്തുവിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും അതിന്റെ ഡോക്യുമെന്റ് തരുന്നു. ദെൻ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ഇതിൽ എത്ര പേര് ചേർന്നാണ് ഇത് വാങ്ങുന്നത് അവരുടെ എല്ലാവരുടെയും പേരിൽ അതിന്റെ മാസം കിട്ടുന്ന വരുമാനത്തെ ഡിവൈഡ് ചെയ്ത് തുല്യമായിട്ട് വീതിച്ച് ചെയ്യും. ഇപ്പൊ ഞാനീ പറഞ്ഞൊരു ക്യാപ്സൂൾ പരുവത്തിലാണ് പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇതിലേക്ക് 90% ആൾക്കാർക്ക് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്തോ ഒന്ന് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് MD വരുമ്പോൾ പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും ഏകദേശം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു തുടക്കം ഞാൻ കുറിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾ ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 3 അറിവ് എന്തൊക്കെയാണ് പറഞ്ഞോളൂ. ഹൗ ടു മേക്ക് മോർ മണി, എങ്ങനെ കൂടുതൽ പണം നമുക്ക് ഉണ്ടാക്കാം, അതെന്തോട് നമുക്കൊരു ഐഡിയ കിട്ടും. രണ്ടാമത്തെ പറഞ്ഞാൽ ഹൗ ടു മാനേജ് മണി, നമ്മുടെ കയ്യിൽ കിട്ടുന്ന പൈസ നമുക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ട് നമുക്കൊരു പണക്കാരനാവാൻ സാധിക്കുക. പിന്നെ ഒരു
കുറച്ച് സമയത്തുള്ള എം ഡിയോട് സംസാരിക്കുന്നുണ്ടാവും. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ ഓഡിറ്റോറിയം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവരും ഞായറാഴ്ച ഇങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്.